എന്റെ യുവാക്കളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നല്ല താല്പര്യമുള്ളവരാകണം. നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫാസിഖീങ്ങളാകരുത്, പടച്ച റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാകരുത്. ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിഞ്ഞുപോയി എങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയിട്ട് ആ നിസ്കാരം ഖളാ വീട്ടണം. ശറഅ് പഠിപ്പിച്ച കാരണത്തിന് വേണ്ടിയല്ലാതെ നഷ്ടപ്പെട്ടു പോയി. ശറഅ് പഠിപ്പിച്ച കാരണം പിന്തിക്കാൻ പ്രശ്നമില്ലാത്ത കാരണങ്ങൾ രണ്ടെണ്ണം മാത്രമാണ്. ജോലി അതിലില്ല, കല്യാണമില്ല, യാത്രയില്ല, സൽക്കാരമില്ല, രോഗമില്ല, ഇതൊന്നുമില്ല അതിലുള്ളത് ഒന്ന് ഉറക്കം, അനിയന്ത്രിതമായ ഉറക്കം വന്നുപോയി. എന്നും ഉറങ്ങിയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ല പറഞ്ഞു കേട്ടോ. അനിയന്ത്രിതമായി ഉറങ്ങിപ്പോയി. എന്നും സുബഹിക്ക് എണീക്കുന്ന ആളാണ്, പക്ഷെ ഒരു ദിവസം ഉറങ്ങി. അങ്ങനെ എണീറ്റ് നോക്കുമ്പോ തന്നെ സുബഹിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചോൻ എന്ത് പറ്റിപ്പോയി? ഞാൻ എന്നും എണീക്കുന്ന ആളാണല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, ഭാര്യയോടും മക്കളോടൊക്കെ എന്നെ വിളിച്ചില്ല? നിങ്ങളെ വിളിച്ചല്ലോ, നിങ്ങൾ എണീറ്റിരുന്നല്ലോ. ഉറക്കം കൂടുതലായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. എന്നത്തെയും കാര്യമല്ല പറഞ്ഞു, ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു പോയി. എന്നും സുബഹിസ്കരിക്കാത്ത ആളെ കഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവന്റെ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. എപ്പോഴാ അള്ളാന്റെ അദാബ് വരാന്ന് പറയാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അവന്റെ കൂടെ ജോലി എടുക്കാൻ പേടിയാണ്. എപ്പോഴും അള്ളാന്റെ അദാബ് സംഭവിച്ചേക്കാം. അത്ര മോശപ്പെട്ട ആള് ഈ ദുനിയാവിൽ വേറെയില്ല. നിസ്കരിക്കാത്തവനെ പോലെ മോശപ്പെട്ട